ഇപ്പോൾ മുനമ്പം വിഷയത്തിലടക്കം മന്ത്രി പി രാജീവ് പ്രതികരണം നടത്തുന്നുണ്ട്. അതിലേക്ക്. അങ്ങനെയാണെങ്കിൽ വഖഫ് ട്രിബ്യൂണൽ നടപടി എങ്ങനെ ഹൈക്കോടതി സ്റ്റേ ചെയ്ത്? വഖഫ് ട്രിബ്യൂണൽ പറഞ്ഞാൽ അപ്പുറത്തേക്ക് ആർക്കും അധികാരമില്ല നീതിന്യായ വ്യവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാ ഇവർക്ക് സ്റ്റേ ചെയ്ത്? എന്ന് മാത്രമല്ല, ഫൈനലാണ് അതിൻ്റെ ഉത്തരവെന്ന് പറയുമ്പോൾ തന്നെ നിലവിൽ കേരളത്തിലെ ഹൈക്കോടതിയിൽ വഖഫ് ട്രിബ്യൂണലിൻ്റെ വിധിക്കെതിരെ എത്ര സിവിൽ റിവിഷൻ പെറ്റീഷൻ CRPകൾ നിലനിൽക്കുന്നുണ്ട്. സുപ്രീം കോടതിയിൽ തന്നെ വഖഫ് ട്രിബ്യൂണൽ ബോർഡിൻ്റെ വിധിക്കെതിരായിട്ടുള്ള എത്ര CRP നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ വന്ന മാറ്റം റിവിഷൻ മാറ്റി അപ്പീലിനുള്ള വ്യവസ്ഥ കൂടി അതിനകത്ത് വന്നു എന്നേ ഉള്ളൂ. മുനമ്പൻ നിവാസികളെ വഞ്ചിച്ച BJP നിയമത്തിലൂടെ കൊണ്ടുവരുന്നു, പരിഹാരം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോൾ അന്നാകെ പിന്തുണച്ച ആളുകളും ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാകേണ്ടതുണ്ട്. കാരണം ഈ ബില്ല് പബ്ലിക് ഡൊമൈനിലുണ്ടല്ലോ. അന്ന് ഈ ബില്ലിലെ ഏത് വ്യവസ്ഥയാണ് ഞങ്ങളെ രക്ഷിക്കാനുള്ളത് എന്ന് നിങ്ങൾ ആദ്യം ഒന്ന് വിശദീകരിച്ച് തരൂ എന്നൊരു ചോദ്യം ആഹ്വാനം നടത്തിയ ആളുകൾ ആരും തന്നെ ചോദിച്ചില്ല എന്നത് ദൗർഭാഗ്യകരമായി പോയി. ഇപ്പോൾ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവതരിപ്പിച്ച മന്ത്രി തന്നെ ഇതാണ് നില എന്ന് പറഞ്ഞപ്പോഴാണ് ചിലർക്ക് തിരിച്ചറിവുണ്ടായത്. ഇപ്പോൾ പറഞ്ഞ് കേട്ടത് ഇനിയിപ്പോൾ ചട്ടങ്ങൾ വരട്ടെ അപ്പോൾ ആശ്വാസം ഉണ്ടാവുന്നതാണ്. നിയമത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമല്ലേ ചട്ടം. നിയമത്തിനകത്ത് അല്ലാതെയുള്ള അൾട്രാവയർ ഒരു ചട്ടവും നിലനിൽക്കില്ലല്ലോ. വീണ്ടും പാവപ്പെട്ട അവിടുത്തെ പ്രതീക്ഷയോടെ നിന്നിരുന്ന മുനമ്പൻ നിവാസികളെ വഞ്ചിക്കുക എന്ന നയം അവരും പിന്തുടരുന്നു. കബളിപ്പിക്കുക എന്ന സമീപനം, തെറ്റിദ്ധരിപ്പിക്കുക എന്ന സമീപനം കടുത്ത ഇടതുപക്ഷ വിരുദ്ധതയിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവും സ്വീകരിക്കുന്നു. എന്നാൽ സമരസമിതി ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ ഗവൺമെൻറ്റിൽ വിശ്വാസം പ്രകടിപ്പിക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ്റിൽ, മുഖ്യമന്ത്രിയിലും ഗവൺമെൻറ് വിശ്വാസമുണ്ട്, ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്ന് അവർ പ്രതീക്ഷിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം സ്വാഗതാർഹമാണ്. എന്തായാലും കമ്മീഷൻ ശരിയായ രൂപത്തിൽ പരിശോധിച്ച് ഇവർക്ക് ബോണഫൈഡ് ഒക്യുപ്പൻസിന് നിയമപരമായ പരിരക്ഷ നൽകാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നാണ് കണക്കാക്കുന്നത്. അത് ബൂമറാങ് പോലെ തിരിച്ചടിക്കുമെന്നുള്ളത് അന്നേ വ്യക്തമായിരുന്നു. ഇത് ഇനി കുറെ കൂടി സങ്കീർണവും. ഇപ്പോൾ വഖഫ് ട്രിബ്യൂണൽ ഏത് ട്രിബ്യൂണലിന് ഇപ്പം അധികാരം? ഘടനയിൽ വലിയ മാറ്റം, ചെറിയ മാറ്റം. മുനമ്പം വിഷയത്തിൽ മന്ത്രി പി രാജീവ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നു. പ്രതിപക്ഷ നേതാവ് 3 വഞ്ചിയിൽ കാലുവെച്ചു. BJP കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു, ജനങ്ങളെ കബളിപ്പിക്കുന്ന സമീപനം തുടങ്ങിയ പ്രതികരണമാണ് ഇപ്പോൾ മന്ത്രി പി രാജീവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. നിയമപരമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ സർക്കാരിനുണ്ട്, അത് ചെയ്യുന്നുണ്ട്. എന്തായാലും സമരസമിതിക്ക് സർക്കാരിൽ വിശ്വാസമുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്.